ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഭയങ്കര ഫൺ വീഡിയോ ആയിരിക്കും. ഇത് ജസ്റ്റ് ലില്ലിയുടെയും ഹണിയുടെ ഒരു ദിവസമാണ് കാണിക്കുന്നത്. സോ രാവിലെ ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സൗണ്ട് കേട്ട് ആദ്യം ഇവളാണ് ഓടി വരുന്നത്. എന്നിട്ട് ബെഡിൽ കിടന്ന് കുറച്ച് നേരം പെറ്റ് ചെയ്താലേ അവൾ പോവുള്ളൂ. അവൾ പോയതിന് ശേഷം ഉടനെ ഹണി വരും. ഹണിക്ക് അധികം അങ്ങനെ പെറ്റ് ചെയ്യുന്ന ഇഷ്ടമൊന്നുമല്ല, പക്ഷെ എന്നാലും അവൻ ചില സമയത്ത് മാത്രം നമ്മളെടുത്ത് വരാറുണ്ട്. ആദ്യം ഞങ്ങൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ഇവരെ സെപ്പറേറ്റ് റൂമിലാക്കിയിട്ട് രാവിലെ ആയിരുന്നു തുറന്നു വിടാറ്. പക്ഷേ ഒരു 6 മാസം മുന്നാലെ ലില്ലിയൊക്കെ വന്ന സമയത്ത് അവർ രണ്ടുപേരെയും ഇതുപോലെ ഞങ്ങൾ മുറിയിലിട്ടു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഹണി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ടൊക്കെ വലിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തുറന്നു വിടാണ് ചെയ്തത്. അതിനുശേഷം ഇവർ പിന്നെ റൂമിലേ ഇട്ടിട്ടില്ല. അവർ ഫ്രീ ആയിട്ട് അങ്ങ് രാത്രി ഫുള്ളായിട്ട് കറങ്ങി നടക്കും. അപ്പോൾ രാവിലെ പറ്റിയതിന് ശേഷം നേരെ ലില്ലി വരുന്നത് ഈ ഫുഡിൻ്റെ സ്ഥലത്തോട്ടാണ്. ഹണി നേരെ ഈ ഡൈനിങ് ടേബിളിന് മുകളിൽ കയറിയിരിക്കും. ഇതാണ് ഇവരുടെ ശീലം. ലില്ലിക്ക് എപ്പോഴും രാവിലെ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ അവൾക്കൊരു വെറ്റ് ഫുഡ് ഇട്ട് കൊടുക്കും. ആൻഡ് ഹണിക്കൊരു ബ്രഷ് ഉണ്ട്. അപ്പോൾ ബ്രഷ് എടുത്ത് ചീകുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടേബിളിന് മുകളിൽ കയറി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ അവന് കുറച്ച് നേരം ചെയ്തു കൊടുത്തതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. നമ്മുടെ ഈ റൂം അധികം ഉപയോഗിക്കാത്ത റൂമാണ്. അപ്പോൾ അതിനകത്ത് മേലത്തെ ഡ്രോവർ തന്നെ തുറന്ന് കയറിയിട്ട് ഉള്ളിൽ പെട്ടിരിക്കുവാണ്. ഇവരുടെ റൂം തന്നെയായിരുന്നു ഇത് മുന്നാലെ. ബട്ട് ഇപ്പോൾ ഞങ്ങൾ കറൻറ്റ്ലി ഇത് ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ അങ്ങനെ പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. ഭാഗ്യത്തിന് കണ്ടു. കാരണം അവന് തുറന്ന് ഇറങ്ങാൻ അറിഞ്ഞൂടാ, കയറിയിരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ലില്ലി വന്ന് ചോദിക്കുക എന്താ വല്ലതും പറ്റുമോ എന്നുള്ള രീതിയിൽ. അതാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കാണുന്നത്. ആൻഡ് ഞങ്ങൾ ചില സമയത്ത് ഇപ്പോൾ ഈ കാണിച്ച മുറി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കാർത്തി ഒരു ദിവസം ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യാണ്. അപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ എപ്പോഴാണ് പുറത്ത് വരിക അല്ലെങ്കിൽ എപ്പോഴാണ് ഡോറ് തുറക്കുക, ഞങ്ങളൊന്ന് കയറിപ്പോട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ ഉള്ളിൽ ഡിസ്റ്റർബൻസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ലോക്ക് ചെയ്തിട്ടേക്കുവാണ് ഉള്ളത്. ആക്ച്വലി ക്യാറ്റ്സിൻ്റെ കാര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്നത് രാത്രിയായിരിക്കും. പക്ഷേ കുറേ കാലങ്ങളായിട്ട് മനുഷ്യന്മാരുടെ ഒപ്പം വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവരുടെ രീതികളൊക്കെ മാറുന്നു. കാരണം ഞാൻ രാത്രിയിൽ ഇപ്പോൾ അധികമായിട്ട് ഇവനെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ രാത്രിയിൽ കുറച്ചും കൂടി ഇവർ അവേക്ക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പോകെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ അവരും സാധാരണ ഒരു മൂലയ്ക്ക് പോയി കിടക്കാറാണ് പതിവ്. പിന്നെ രാവിലെ ഞങ്ങളൊക്കെ എഴുന്നേറ്റതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കും. അതിനുശേഷം കുറച്ച് നേരം കിടന്നുറങ്ങും. പിന്നെയാണ് അവർ ഭയങ്കര ആക്റ്റീവായിട്ട് കളിക്കാനൊക്കെ തുടങ്ങുന്നത്. ഇതിപ്പോൾ ഉച്ച സമയമാണ്. അവരുടെ ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നന്നായിട്ട് ആക്റ്റീവായിട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് കളിക്കാൻ തുടങ്ങും. അതും ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കളിയൊന്നുമല്ല. ഒരു 1-2 മണിക്കൂർ കളിക്കും. അതിനുശേഷം വീണ്ടും റെസ്റ്റ് എടുക്കും, പിന്നെയും കളിക്കും. അങ്ങനെയാണ് ഇവരുടെ ലൈഫ്. കൂടുതൽ പൂജകൾ ഉറക്കം തന്നെയാണ്. അവരൊരു 24 മണിക്കൂറിലൊരു 15 മണിക്കൂറൊക്കെ ഉറക്കം തന്നെയായിരിക്കും. ബാക്കിയുള്ള സമയം മാത്രമേ അവർ ആക്റ്റീവായിട്ടിരിക്കുള്ളൂ. ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പ് അല്ലെങ്കിൽ കളി, ഇത് 2 മാത്രമേ ചെയ്യാറുള്ളൂ. ഹണിക്ക് പൊതുവേ അവൻ എടുക്കുന്നതും കൊഞ്ചിക്കുന്നതും അതൊന്നും വലിയ ഇഷ്ടമല്ല. ആൾ കുറച്ചൊന്ന് ഒരു ഗ്രംപി കാറ്റാണ്. പക്ഷേ ചില സമയത്ത് ഇതാ ഈ രീതിയിലാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉടനെ താഴത്ത് കിടക്കും കൊഞ്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ മുട്ടി ഉരുമാൻ വരും. ഭയങ്കര സ്നേഹമുള്ളൊരു പൂച്ചയാവും ചില സമയങ്ങളിൽ. പക്ഷേ നമ്മളായിട്ട് അവനെ പോയി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവൻ അത്ര ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതാ എത്ര സ്ഥലം ഉണ്ടായാലും ഇവർ ഈ ന്യൂക്കൻ കോർണേഴ്സിലൊക്കെ പോയി കിടക്കാറുള്ളത്. അപ്പോൾ അതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് ട്രീറ്റ്സ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു മെയിൻ ഏരിയ ആണ് ഈ സോഫയുടെ ഏരിയ. വേറെ ഒന്നും കൊണ്ടല്ല, ഇവർ സോഫ ലിറ്ററലി സ്ക്രാച്ചിങ് ബോർഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൈഡൊക്കെ ഇവരുടെ ഭയങ്കര പിഞ്ച് പോയി കിടക്കുവാണ്. ആക്ച്വലി നമ്മൾ ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട്, അതായത് സ്ക്രാച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സ്ക്രാച്ച് ബോർഡ്സ് ഒക്കെ വീടിൻ്റെ പല കോർണേഴ്സിലും വെച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിലും ചെയ്യും, പക്ഷെ അതിനേക്കാളും കൂടുതൽ ചെയ്യുന്നത് ഈ സോഫയിലാണ്. അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ സഹിക്കാത്ര തന്നെ. അപ്പോൾ രണ്ടുപേർക്കും ട്രീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ആക്ച്വലി ഹണിക്കൊന്നും കിട്ടാറില്ല. ലില്ലി ഭയങ്കര ഒരു ഫുഡിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേർക്കും ഒരുമിച്ച് ട്രീറ്റ്സ് കൊടുത്താൽ കൂടുതൽ പോർഷൻ ലില്ലിക്കുട്ടിയുടെ വയറ്റിലാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചില സമയത്ത് ഹണിക്ക് മാറ്റി വിളിച്ച് കൊടുക്കാറുണ്ട്. കാരണം അവനും കിട്ടണമല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അത് ട്രീറ്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം രണ്ടുപേര് ഭയങ്കര ആക്റ്റീവായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഈ ഫ്ലാറ്റിലോട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഫേർണിച്ചേഴ്സൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളത് വാങ്ങിക്കാതിരുന്നത്. കാരണം ഇവർക്ക് കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു, ഓടി കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതൊക്കെ ഒഴിവാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് പട്ടിക്കുഞ്ഞുങ്ങളെ പോലെ ഇവരെ നമുക്ക് ഡെയിലി നമുക്ക് ലീഷ് ഇട്ട് പുറത്ത് കൊണ്ടുപോകുന്നതൊന്നും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ സ്പേസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ തന്നെ ധാരാളം കളിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിവേസ് അവരതിൽ ഹാപ്പിയാണ്. അപ്പം അങ്ങനെ 1-2 മണിക്കൂറത്തെ കളിയൊക്കെ കഴിഞ്ഞു. രണ്ടുപേരുടെ ബാറ്ററി ഒക്കെ ഭയങ്കര ലോ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ രണ്ടുപേരും കിടന്ന് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര തന്നെയാണ് നമ്മുടെ ലില്ലിക്കുട്ടിയുടെയും മണിക്കുട്ടിൻ്റെ ഒരു ദിവസം. ബേസിക്കലി ഇറ്റ്സ് ഈറ്റ്, സ്ലീപ്പ്, play and repeat. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.